1980-90കളിൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരുടെ ഓർമ്മയിലുണ്ടാവും ₹1 തറ ടിക്കറ്റ്. പേര് തറ ടിക്കറ്റ് എന്നാണെങ്കിലും ബെഞ്ച് പോലെ അടിച്ചുറപ്പിച്ച നീളൻ തടി പലകയിലാണ് ഇരിക്കുന്നത്. ബെഞ്ച് നിറഞ്ഞാൽ പിന്നെ തറയിൽ ഇരിക്കേണ്ടി വരും. ഈ ₹1 ടിക്കറ്റിന് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ആദ്യ പ്രദർശനം നടന്നത് ബോംബെയിലെ ഒരു വൻകിട ഹോട്ടലിലായിരുന്നു. പാരീസിൽ തങ്ങളുടെ ആദ്യ ചിത്രം പ്രദർശിപ്പിച്ച് 1 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അത്ഭുത പെട്ടിയും തൂക്കി ലൂമിയർ സഹോദരങ്ങൾ ഇന്ത്യയിൽ കപ്പലിറങ്ങി. അങ്ങനെ 1896 ജൂലൈ 7-ന് ഭാരത ചലച്ചിത്രത്തിന്റെ ജന്മദിനം അടയാളപ്പെടുത്തുന്ന ആദ്യ പ്രദർശനം നടന്നു. എന്നാൽ നമ്മുടെ പൂർവികരായ സിനിമാ പ്രേമികൾക്ക് അത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. കാരണം ഇന്ത്യക്കാർക്ക് തീണ്ടാപ്പാട് അകലെയായിരുന്നു ബോംബെയിലെ വാട്സൺ ഹോട്ടൽ. എൻട്രി ഓഫ് സിനിമാറ്റോഗ്രാഫ്, ദ സീ ബാത്ത്, ലേഡീസ് ആൻഡ് സോൾജേഴ്സ് ഓൺ വീൽസ് എന്നിങ്ങനെ 6 സിനിമകൾ സായിപ്പന്മാർ കൺകുളിർക്കെ കണ്ടു. ഈ പ്രദർശനത്തിന് ശേഷം കോക്കനട്ട് ഫെയർ എന്ന ചിത്രം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു. എന്നാൽ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവാരെന്നോ സംവിധായകനാരെന്നോ ഇന്നും വ്യക്തമല്ല. കൊൽക്കത്തയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോക്കനട്ട് ഫെയറിന്റെ ചുക്കാൻ പിടിച്ചത് ഒരു സായിപ്പാണെന്ന് മാത്രമാണ് സിനിമാ ചരിത്ര അന്വേഷകർക്ക് കണ്ടെത്താനായുള്ളൂ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ₹1 തറ ടിക്കറ്റിന്റെ ചരിത്ര പ്രാധാന്യം. അതായത് 1896-ൽ ലൂമിയർ സഹോദരങ്ങൾ പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ ടിക്കറ്റ് നിരക്ക് ₹1 അതേ നിരക്കിൽ 100 വർഷങ്ങൾക്കിപ്പുറം 1990-ൽ ₹1 ടിക്കറ്റിന് നമുക്ക് സിനിമ കാണാൻ സാധിച്ചു എന്നതാണ് കൗതുകം. 1899-ൽ ഇന്ത്യക്കാർക്ക് കാണാൻ അവസരമൊരുക്കിക്കൊണ്ട് ഇന്ത്യക്കാരനാൽ ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടു. ദ റെസ്ലേഴ്സ് എന്ന ആ ചലച്ചിത്രത്തിന്റെ സൂത്രധാരൻ മുംബൈക്കാരനായ ഭട്ടവടേക്കർ ആണ് എന്നാണ് രേഖകൾ പറയുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഭട്ടവടേക്കർ അല്ലേ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന പദവിക്ക് അർഹൻ. എന്നാൽ അതൊരു മുഴുനീള സിനിമയായിരുന്നില്ല. അക്കാലത്തെ കണക്ക് പ്രകാരം നോക്കിയാൽ ദാദാ സാഹിബ് ഫാൽക്കെ ചെയ്ത രാജാ ഹരിചന്ദ്രയാണ് ഒരു മുഴുനീള ചിത്രം. അങ്ങനെയാണ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവായി അവരോധിക്കപ്പെടുന്നത്. 1913-ൽ പുറത്തിറങ്ങിയ ഈ നിശബ്ദ ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി. ഇങ്ങനെ നിശബ്ദതയോടെ പിച്ചവെച്ച് നടന്ന ചലച്ചിത്ര ബാലൻ ശബ്ദാദ്ഭുതത്തിലേക്ക് നെഞ്ചുയർത്തി നടക്കാൻ അധികം കാലം വേണ്ടി വന്നില്ല.